ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഈ ചാനലിൽ ഹോം മേക്കിങ്ങിനെ കുറിച്ചും ഹിന്ദു റിച്വൽസിനെ കുറിച്ചും അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മിനിമലിസത്തെ കുറിച്ചുമാണ് സംസാരിക്കാറ്. ഇന്ന് ഈ 3 കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. എന്താണ് മിനിമലിസം നമ്മളുടെ പൂജാവിധികളിലും നമ്മുടെ വീട്ടുകാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്കിന്ന് യൂട്യൂബിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് വരാറുണ്ട് പൂജാവിധികളുടെയും മന്ത്രങ്ങളുടെയൊക്കെ. എന്നാൽ പലപ്പോഴും പലരും ഇന്ന കാര്യം ഭഗവാനും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിക്കിട്ടും, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് നമ്മൾ ഭഗവാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ചാനലിൽ പോലും ഞാൻ ചില കാര്യസിദ്ധി വിളക്കുകളെക്കുറിച്ചും കാര്യസിദ്ധി കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ ഭഗവാനൊരു വിളക്ക് കത്തിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു നന്ദി രൂപത്തിൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി രൂപത്തിൽ നിങ്ങളത് അർപ്പിക്കാം. ഒരിക്കലും ഒരു കച്ചവടക്കാരനോട് സംസാരിക്കുന്നത് പോലെ, ഒരു ബിസിനസ്സുകാരനോട് സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിനോട് സംസാരിക്കാതിരിക്കുക. എനിക്കിങ്ങനെ ചെയ്തു തന്നാൽ ഞാനിത് കറക്റ്റായിട്ട് ചെയ്യാം എന്നല്ല. ഭഗവാനെ എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പൂജകൾ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉപദേശം കിട്ടിയിട്ടുണ്ട് എങ്കിൽ മാത്രം അത് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ തെറ്റുകൾ ചെയ്ത് വരുത്തിയിട്ട് നമ്മൾ ഉദ്ദേശ കാര്യത്തെക്കാളും ഉപരി നമുക്ക് ആപത്തുകളാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കാം. രണ്ടാമത്തെ കാര്യം നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റിയെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് നാമം ചൊല്ലുകയും ഒരുപാട് നേരം പൂജയ്ക്കും വഴിപാടിനൊക്കെ വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുവാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ, ഒരു വീണ് കിടക്കുന്നവനെ കൈത്താങ്ങ് കൊടുക്കാതെ, അല്ലെങ്കിൽ വീണ് കിടക്കുന്നവന് വേണ്ടിയിട്ട് അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രാർത്ഥിക്കാതെ അവൻ ഇനിയും വീണു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അവനെ വീണ്ടും താഴ്ത്തി കെട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സുകൃതം കുറയുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന എന്നുള്ളത് നമ്മളും നമ്മുടെ യൂണിവേഴ്സും നമ്മുടെ ഡിവൈൻ എനർജിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുക. ചിലപ്പോൾ എല്ലാവരെയും ഒന്നും നമുക്ക് പണം കൊണ്ട് സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മളുടെ ഒരു ചെറു പുഞ്ചിരിയോ നമ്മളുടെ ഒരു നല്ല വാക്കുകൊണ്ടോ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം നമ്മളുടെ ആരോഗ്യമാണ്. നമ്മൾക്ക് ഇന്നിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ പണ്ട് ഒരു നേരം വ്രതം എടുത്തിരുന്നു, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചിരുന്നു എങ്കിൽ ഇന്ന് 3, 4, 5 നേരം രാത്രി വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്വിഗ്ഗിയും സൊമാറ്റോയും ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. സ്വിഗ്ഗിയും സൊമാറ്റോയും ഒന്നും പൊട്ടയാണെന്നല്ല, അതിൽ നമ്മളുടെ ആരോഗ്യം കൂടി നമ്മൾ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് എത്തുന്നത്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ സ്വഭാവമായി മാറുക എന്ന് പറയും. പണ്ടത്തെ കാലത്ത് നമ്മൾ വ്രതങ്ങളെടുക്കും. ഇപ്പോൾ നമ്മൾ വ്രതങ്ങൾ ഒരുപാട് തരത്തിലുള്ള വ്രതങ്ങൾ നമ്മൾ യൂട്യൂബിലൂടെ അറിയാറുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളൊരു വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ 21 ആഴ്ചത്തേക്ക് നിങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ഭഗവാനോട് ഒരു അപേക്ഷ വയ്ക്കുന്നുണ്ട് എങ്കിൽ ആ 21 ആഴ്ചയിലത്തെ വ്രതം കഴിഞ്ഞതിന് മാത്രം അടുത്തതെടുക്കുക. തിങ്കളാഴ്ച ഒരു വ്രതം, ചൊവ്വാഴ്ച ഒരു വ്രതം, ബുധനാഴ്ച ഒരു വ്രതം, എല്ലാ വ്രതങ്ങളും എടുത്തിട്ട് പോകുമ്പോൾ ബാക്കി പിന്നാലെ വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം മനസ്സിലാക്കി നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ ചുറ്റുപാടിലും മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാം. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾക്കും നമ്മളുടെ ഭർത്താവിനും ഒരുപാട് സ്നേഹവും ഒരുപാട് പ്രാർത്ഥനയോടും കൂടി ഭക്ഷണം ഉണ്ടാക്കുക. നമ്മളെന്ന വ്യക്തി എന്ത് ചിന്തയിലാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ ചിന്ത അവരിലേക്കും എത്തും. അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടാണ്, നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ്, ദൈവമേ എനിക്ക് ഇന്ന് ഇങ്ങനെയൊരു ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടി, എൻ്റെ കുടുംബം ഇത് കഴിക്കുന്നതിലൂടെ ആരോഗ്യവാന്മാരാകുന്നു, താങ്ക് യു ഫോർ ദാറ്റ്. നമ്മുടെ കാര്യങ്ങൾ നമ്മളുടെ ഭഗവാനോട് നന്ദിയോട് ഓർക്കുകയാണെങ്കിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ പകരം നമ്മളുടെ ലൈഫ് ക്ലട്ടർ ഫ്രീ ആയിട്ട്, നമ്മുടെ വീട്
ക്ലട്ടർ ഫ്രീ ആയിട്ട്, നമ്മുടെ സ്വഭാവം ക്ലട്ടർ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ഓരോ ചിന്തയ്ക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്, ഒരാൾ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആവുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പൂജ ചെയ്യുന്നുണ്ട് എങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഭഗവാനും യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്നും ഓർത്തുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.